കൊല്ലം കണ്ണനല്ലൂരിൽ സഹോദരിമാർ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ച പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഇന്ന് ചേരിക്കോണത്ത് രോഗപരിശോധനാ ക്യാമ്പ് നടത്തും. ആദ്യഘട്ടത്തിൽ വിദഗ്ധ ചികിത്സ നൽകുന്നതിൽ വീഴ്ചയുണ്ടായെന്ന പരാതി വീട്ടിലെത്തിയ ഡെപ്യൂട്ടി ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കാണോ ആരോഗ്യവകുപ്പ് കടക്കുന്നത്? ദിവ്യ, ഈ ചേരിക്കോണത്ത് ഒരു വീട്ടിൽ തന്നെ രണ്ട് പെൺകുട്ടികൾ, അതായത് പഠിക്കാനൊക്കെ മിടുക്കികളായ രണ്ട് പേരാണ് ദിവസങ്ങളുടെ ഇടവേളയിൽ മരിച്ചത്. അതിന്റെ ഒരു വലിയ ദുഃഖം തന്നെയാണ് വീട്ടിലുമുള്ളത്. ആ ആദ്യഘട്ടത്തിൽ കുടുംബം പ്രധാനമായി പറയുന്നതാണ്, ആദ്യഘട്ടത്തിലൊക്കെ കൃത്യമായൊരു ചികിത്സാ കാര്യങ്ങളൊക്കെ നൽകിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് കുടുംബവും പറയുന്നത്. അതിനൊക്കെ ശേഷമാണ് ഇന്നിപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പ് എന്നുള്ള കാര്യമൊക്കെ ആളുകളുടെ പ്രതിഷേധത്തിന് ശേഷമാണ് ആ ഒരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മരിച്ച പെൺകുട്ടികളുടെ പിതാവാണ് ഇപ്പോൾ ചേരുന്നത്. ഈ കൃത്യമായ ചികിത്സ ആദ്യം ലഭിച്ചിരുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. ഉണ്ട്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എനിക്ക് എന്നെ കഷ്ടപ്പെടുത്തി. കാരണം എനിക്ക് അതിൽ നിന്ന് ഭയങ്കര പീഡനമാണ് കിട്ടിയത്. കാരണം എൻ്റെ മക്കളെ ESI നമ്മൾ അർജന്റായി കൊണ്ടുവന്ന ആ കുട്ടികളെ ഞാൻ അന്നേരം ചെന്ന് പറഞ്ഞ് എൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും അങ്ങ് ICU കയറ്റി രക്ഷപ്പെടുത്തിത്താ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് അച്ഛാ കുഴപ്പമില്ല, ICU ബെഡില്ല, അച്ഛൻ പോയി 2 പാ മേടിച്ചുകൊണ്ട് പോവാം. ആ പായ കൊണ്ടുവന്ന് അവിടെ പായി കിടത്തണം. ഇവിടെ എല്ലാം ഇരിക്കുന്നവരെല്ലാവരും പായിലാണ് കിടക്കുന്നത്. അച്ഛനും ആ കുട്ടികളെ കൊണ്ടുവന്ന് പായിൽ കിടത്തണം. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ICU കിടത്താൻ അവിടുന്ന് പറഞ്ഞു വിട്ടതാ, അത് നിങ്ങളത് ഉപേക്ഷ വിചാരിക്കരുത്. അച്ഛാ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളാ എന്ന് പറഞ്ഞിട്ട് 2-3 ഗുളികയ്ക്ക് എഴുതി തന്നല്ലാതെ അവരിതിനകത്ത് അത് ഒരു കാര്യം അത് കുട്ടികളെ അന്വേഷിച്ചത് പോലില്ല. അത് പോട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ എൻ്റെ മക്കളിങ്ങനെ ഒമറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെന്നത് തുടച്ചു വാരും. ആ വെള്ളത്തിൽ കിടക്കുക അവർ. അപ്പോഴും ചോര ചെല്ലുമ്പോഴത്തേക്ക് ഇവർ ഗുളികയും മരുന്ന് മറ്റുള്ള രോഗികൾ കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ഡോക്ടർമാർ ചെന്ന് പരാതി പറയും, സാറേ എൻ്റെ മക്കളെ ഒന്ന് നോക്ക്, അവരുടെ സ്ഥിതി ഒന്ന് നോക്ക്. അതുപോലും ചെയ്തില്ല. കാരണം ഇത് ഒരു രോഗിയുടെ അവസ്ഥ എന്താണെന്ന് ഒരു ഡോക്ടറിന് അറിയാം. അതുപോലും മാനിക്കാത്ത രീതിയിൽ എന്നോട് ഭയങ്കര രീതിയാണ് ചെയ്ത് വെച്ചത്. കാരണം ലാസ്റ്റ് എൻ്റെ മൂത്ത മോള വായിൽ നിന്ന് ബ്ലഡ് വന്നപ്പോഴത്തേക്ക് ഞാൻ വാരിയെടുത്തൊരു സ്റ്റാൻഡിൽ വെച്ച്, കാരണം എന്നിട്ടും ഞാൻ പറഞ്ഞു. സഹോദരിമാരുടെ അച്ഛനാണ് പ്രതികരിക്കുന്നത്. എന്തായാലും മഞ്ഞപ്പിത്തം ബാധ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കുന്നത്. വിവരങ്ങളാണ് ലിജോ റോളൻസ് നൽകിയത്.